Hello dear friends, Cooperative Educator's പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാങ്കിങ്ങിലെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന ടോപ്പിക്കുമായിട്ടാണ്. എല്ലാവർക്കും അത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ആണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റ് നമ്മുടെ JCയുടെ സിലബസിലുള്ളതാണ്. CSCBക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് NPA, അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെയാണ് വരുന്നത്, provision for performing assets and provision for non-performing assets. ഇത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോൺസെപ്റ്റുവൽ വൈസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് കോൺസെപ്റ്റ് എന്ന് ക്ലിയർ ആവാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. NPA എന്താണ് എന്ന് പറയുന്നതിന് മുൻപേ NPAയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായാലും നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു ബാങ്ക് എപ്പോഴും നിലവിൽ വരുന്നത് ഫോർ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണിയാണ്. അവരുടെ മെയിൻ ഉദ്ദേശം അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണിയാണ്. അപ്പോൾ പബ്ലിക്കിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗമാണ് ബാങ്ക് ലോണായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊടുത്ത ലോൺസ് തിരിച്ചടയ്ക്കുമോ എന്ന് ബാങ്കുകൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ലെൻഡ് ചെയ്യാവൂ. അതാണ് RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം കിട്ടാക്കടം അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്സ് ഒരുപാട് പെരുകാൻ കാരണമാകും. അത് ബാങ്കുകളുടെ പ്രവർത്തനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ വിജയ് മല്യ, നീരവ് മോദി ആ ഇഷ്യൂസൊക്കെ നമുക്കറിയാവുന്നതാണ്. ഒരുപാട് ലോൺ ഇഷ്ടംപോലെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, അത് NPA ആയിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അത് ബാങ്കുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ RBI വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ നോംസിലൂടെയും NPA കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് പറയാറുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം, ആ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് ഡെപ്പോസിറ്റ്സ് വരുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ്സ് ഏതൊക്കെ രീതിയിലൂടെയാണ് ബാങ്കുകൾ ഉപയോഗിക്കുന്നതെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡെപ്പോസിറ്റ്സ് ഒരു ഭാഗം ലോണായിട്ട് ബോറോവേഴ്സിന് കൊടുക്കുന്നു, ലെൻഡ് ചെയ്യുന്നു. SLR ആയിട്ടും CRR ആയിട്ടും RBI അതാത് സമയങ്ങളിൽ പറയുന്ന റേറ്റുകളിൽ ഈ SLRഉം CRRഉം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് ഈ SLRഉം CRRഉം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു ഭാഗം നോൺ SLR ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നു. ഇതും ലോണിന് തന്നെ ഇക്വലൻ്റ് ആണ്. ലോൺ കൊടുത്താൽ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും ഇൻകമായിട്ട്. അതുപോലെ തന്നെ നോൺ SLR ഇൻവെസ്റ്റ്മെൻറ്റിലും എന്താണ്, സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതും ഒരു ലോൺ പോലെ തന്നെ കൺസിഡർ ചെയ്താൽ അവർക്ക് എന്താണ്, ആ നോൺ SLR ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്നത് ഇൻട്രസ്റ്റ് തന്നെയാണ്. അതുപോലെ ഒരു ഭാഗം ഡെപ്പോസിറ്റ് ക്യാഷ് റിസർവ് ആയിട്ട് ബാങ്കുകളുടെ കയ്യിൽ തന്നെ വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണത്? അവരുടെ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ്സ് വിഡ്രോ ചെയ്യാൻ, അത് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അവരുടെ ഡെപ്പോസിറ്റ് പിൻവലിക്കാനായിട്ട് ബാങ്കുകളിലേക്ക് വരും. അപ്പോൾ ലിക്വിഡ് ക്യാഷ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് റിസർവ്, ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു ഭാഗം ക്യാഷ് റിസർവ് ആയിട്ട് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ഏതൊക്കെ രീതിയിൽ അവരെന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചാർട്ടിൽ ഈ പടത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഡെപ്പോസിറ്റിൻ്റെ വളരെ ഒരു ഭാഗം ലോണായിട്ടും നോൺ SLR ഇൻവെസ്റ്റ്മെൻറ്റ് അതും ലോണായിട്ട് തന്നെ കണക്കാക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ഭാഗത്തു നിന്നുമാണ് അവർക്ക് വരുമാനം ലഭിക്കുന്നത്. മറ്റത് SLR, CRR, ക്യാഷ്, ഇതെല്ലാം ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ആസ് പെർ RBI നോംസ് അനുസരിച്ച് SLR, CRR മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഡെപ്പോസിറ്റിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യണം. അതല്ലാതെ ഡെപ്പോസിറ്റിൽ നിന്നും ലോൺസും നോൺ SLR ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാണ് ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് ലഭിക്കുന്നത്. ഏതിൽ നിന്നായാലും ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനെയാണ് നമുക്ക് അസറ്റ് എന്ന് പറയാൻ കഴിയുന്നത്. ബാങ്കിന്റെ അസറ്റ് ലോൺസ് ആണ്. നമുക്കറിയാം ഡെപ്പോസിറ്റ് ലയബിലിറ്റി ആണ്, അത് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അത് ലയബിലിറ്റി ആണ്. ബാങ്കിന്റെ അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലോൺ ആണ്. ലോൺസ് കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് എന്ത് വരുമാനമാണ് ലഭിക്കുന്നത്? ഇൻട്രസ്റ്റ് ആണ് അതിന്റെ വരുമാനമായിട്ട് അല്ലെങ്കിൽ ഇൻകമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായി ആ ഇൻട്രസ്റ്റ് ബാങ്കിന് കൃത്യമായിട്ട് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ കൃത്യമായ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പെർഫോമിംഗ് എന്ന് നമ്മൾ പറയുന്നു. ഏതെങ്കിലും കാരണവശാൽ അത് മുടങ്ങിയാൽ അതിനെ നോൺ പെർഫോമിംഗ് കാറ്റഗറിയിൽ വരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്.
NPA norms, also known as Prudential norms or IRAC norms. IRAC means Income Recognition and Asset Classification. അതിന്റെ ഫുൾ ഫോം ആണ്, ഇറാഖിന്റെ ഫുൾ ഫോം ആണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ Prudential norms എന്ന് ഇറാഖ് നോംസ് എന്ന് അറിയപ്പെടുന്നത് NPA നോംസിനെയാണ്. NPA guidelines by RBI is known as Prudential norms. NPA guidelines RBI കൊടുക്കുന്ന, RBI നിർദ്ദേശിക്കുന്ന NPA ഗൈഡ്ലൈൻസിനെയാണ് ഈ Prudential norms എന്നും ഇറാഖ് നോംസ് എന്നും അറിയപ്പെടുന്നത്. Prudential norms are set of restrictions and limits imposed on banks. അതായത് ബാങ്കുകളുടെ മേലെ RBI കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസും ലിമിറ്റുമാണ്. കുറെ ലിമിറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബാങ്കുകൾക്ക് RBI കുറച്ച് ലിമിറ്റ് പറയുന്നുണ്ട്. അതിനെയാണ് Prudential norms എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുവർ സ്റ്റെബിലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. ഡെപ്പോസിറ്റേഴ്സിന്റെ സ്റ്റെബിലിറ്റിക്കും അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ NPA നോംസ് RBI കൊണ്ടുവന്നിട്ടുള്ളത്. കൃത്യമായി ഇൻട്രസ്റ്റ് തരാതെ ഒരു പീരീഡ് ആകുമ്പോൾ അതിന് NPA എന്ന് പറയും. ഈ NPA ആകുന്ന കാലാവധി തീരുമാനിക്കാൻ ചില മാനദണ്ഡങ്ങൾ RBI വെച്ചിട്ടുണ്ട്. അതാണ് ഈ NPA നോംസ് അല്ലെങ്കിൽ NPA ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനി വരുന്ന താഴെയുള്ള സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് NPA നോംസ് എന്താണെന്ന്. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് NPA നോംസ്. അതായത് ബാങ്കുകളെ ഡെപ്പോസിറ്റേഴ്സിന്റെ പണമാണ് ലെൻഡ് ചെയ്യുന്നത്. അത് NPA ആയി നഷ്ടമായാൽ ഡെപ്പോസിറ്റേഴ്സിന്റെ പണം ബാങ്കുകൾക്ക് കൊടുക്കാൻ കഴിയാതെ വരികയും അത് ഡെപ്പോസിറ്റേഴ്സിനെയും ബാധിക്കും, ബാങ്കിനെയും മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ RBI ഈ Prudential norms അല്ലെങ്കിൽ ഇറാഖ് നോംസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് Prudential norms, അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു രണ്ട് രീതിയിൽ. Prudential നോംസിന്റെ ബേസിസിൽ അസറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻകം റെക്കഗ്നിഷൻ ആൻഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ. അതായത് ഇൻകം ലഭിക്കുന്നുണ്ടോ, അസറ്റ് എന്ന് പറയുന്നത് ബാങ്കിന്റെ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോണാണ്. അപ്പൊ അതിൽ നിന്നും ഇൻകം എന്താണ്? ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കും. കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ പെർഫോമിംഗ് എന്നും, കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അത് പെൻഡിങ് ആണ് അല്ലെങ്കിൽ അത് നഷ്ടമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നോൺ പെർഫോമിംഗ് എന്നും ആ രണ്ട് ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇൻകം റെക്കഗ്നിഷൻ ആൻഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ പ്രകാരം അസറ്റിനെ പെർഫോമിംഗ് ആൻഡ് നോൺ പെർഫോമിംഗ് എന്ന് തിരിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ അസറ്റ് ക്ലാസിഫിക്കേഷൻ അണ്ടർ പ്രൊവിഷൻ റിക്വയർമെന്റ്. പ്രൊവിഷന്റെ ബേസിസിൽ അസറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അസറ്റ്. പ്രൊവിഷൻ എന്താണ്? എന്തെങ്കിലും ഒരു ലയബിലിറ്റിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കുറച്ച് എമൗണ്ട് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ NPA ആകും അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് ആകാൻ സാധ്യത ഉള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് ആ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കും. അപ്പോൾ അതിന്റെ ബേസിസിലാണ് അസറ്റിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയായിട്ടാണ്? സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ് അസറ്റ്. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എമൗണ്ട് അല്ലെങ്കിൽ ഇൻകം നമുക്ക് ബാങ്കുകൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ് പറയുന്നത്. അതിനെ പെർഫോമിംഗ് അസറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ പെർഫോമിംഗിൽ വരുന്നതാണ് ഈ സ്റ്റാൻഡേർഡ്. ഇനി നോൺ പെർഫോമിംഗിലാണ് ബാക്കി എല്ലാവരും വരുന്നത്. സബ് സ്റ്റാൻഡേർഡ് ആയാലും ഡൗട്ട്ഫുൾ ആയാലും ലോസ് അസറ്റ് ആയാലും വരുന്നത് നോൺ പെർഫോമിംഗ് കാറ്റഗറിയിലാണ്. ഇവിടെ അസറ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ബാങ്കിന്റെ അസറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ലോൺ. നമ്മൾ പറഞ്ഞു ലോൺസിനകത്ത് SLR ഇൻവെസ്റ്റ്മെന്റ്സും വരും, ലോൺസും വരും. അപ്പോൾ ഇത് രണ്ടും ലോൺ തന്നെയാണ്. അപ്പോൾ ഇതില് ഈ അസറ്റിനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: പെർഫോമിംഗ് ആൻഡ് നോൺ പെർഫോമിംഗ്. പെർഫോമിംഗ് എന്ന് പറയുന്നത് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഡ്യൂ ഡേറ്റിന് ഇൻകം കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്നാൽ അത് പെർഫോമിംഗ് ആണ്. അതിൽ വരുന്നത് സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. ഇനി നോൺ പെർഫോമിംഗ് എന്ന് പറയുമ്പോൾ കൃത്യമായി കിട്ടാതിരിക്കുന്നു, പെൻഡിങ് ആണ്, നഷ്ടത്തിലേക്ക് പോകുമെന്ന് നമ്മൾ ഡൗട്ട് ആയാൽ അതിനെ നോൺ പെർഫോമിംഗ് എന്ന് പറയുന്നു. അതിനുള്ളിൽ വരുന്നത് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. ഇനി നമ്മൾ അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്, ഇവയൊക്കെ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിലൂടെ അത് പറയാം. ഇപ്പോൾ ഒരു ബോറോവർ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. അത് എല്ലാ മാസവും അതിന്റെ EMI എന്നാണ് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്, അതായത് ലോണിന്റെ ഒരു ഭാഗവും ഇൻട്രസ്റ്റും കൃത്യമായി അത് അടങ്ങുന്ന ഒരു ഘടകമാണ് EMI എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി എല്ലാ മാസവും 1-ാം തീയതി അടയ്ക്കണമെന്നാണ് ലോണിന്റെ എഗ്രിമെന്റിൽ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൃത്യമായി അദ്ദേഹം അടച്ചു. അപ്പോൾ എല്ലാ മാസവും അദ്ദേഹം 1-ാം തീയതി കൃത്യമായി അടയ്ക്കുകയാണെങ്കിൽ അത് പെർഫോമിംഗ് അസറ്റ് ആണ്, അല്ലെ? പെർഫോമിംഗ് അസറ്റ് ആണ്. അതുകൂടാതെ സ്റ്റാൻഡേർഡ് അസറ്റ് എന്നും അതിനെ പറയും.
എന്നാൽ ഈ വർഷം ജനുവരി 1 അടച്ചില്ല. അപ്പോൾ അന്ന് മുതൽ അത് സ്റ്റാൻഡേർഡ് അസറ്റ് മാറി അതെന്താവുന്നു, സ്ട്രെസ്ഡ് അസറ്റായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 1 ഡ്യൂ ഡേറ്റ് ആണ്. ഇപ്പം നമ്മൾ താഴെ ആ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ഈ എക്സാമ്പിളാണ്. ജനുവരി 1 ഡ്യൂ ഡേറ്റ് ആയിരുന്നു. അന്ന് കൃത്യമായി അടച്ചിരുന്നെങ്കിൽ അത് സ്റ്റാൻഡേർഡ് അസറ്റായി തന്നെ നിൽക്കുമായിരുന്നു. എന്നാൽ ആ ഡ്യൂ ഡേറ്റിന് അദ്ദേഹം അടച്ചില്ല. ആ സ്റ്റാൻഡേർഡ് അസറ്റ് എന്നുള്ളത് മാറി എന്തായി മാറി, സ്ട്രെസ്ഡ് അസറ്റായിട്ട്, അന്ന് മുതൽ അത് സ്ട്രെസ്ഡ് അസറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 1 മുതൽ ആദ്യത്തെ 30 ദിവസം വരെ അത് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 0 എന്ന് അറിയപ്പെടുന്നുണ്ട്. SMA 0 എന്നാണ് ആദ്യത്തെ 30 ദിവസം, ജനുവരി 1 മുതൽ 30 ദിവസം അറിയപ്പെടുന്നത്. ഇനി ഒരു 30 ദിവസം കൂടെ കഴിഞ്ഞ് ജനുവരി 1 മുതൽ ഒരു 60 ദിവസം ആവുമ്പോൾ അത് അറിയപ്പെടുന്നത് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 1 എന്നാണ്. ഇനി അടുത്ത ഒരു 30 ദിവസം കൂടെ കഴിഞ്ഞ് ജനുവരി 1 മുതൽ 90 ദിവസം ആകുമ്പോഴേക്കും അത് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 2 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് കൊണ്ടുവന്നത് RBI ആണ്. 2014 ഇത് ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ NPA ആകാൻ സാധ്യതയുള്ള ലോൺ അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് NPA ആകാൻ സാധ്യതയുള്ളത്, അതായത് സ്ട്രെസ്ഡ് അസറ്റ് ആയിട്ട് ഇപ്പം നിലനിൽക്കുന്നതിനെ കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് കൊണ്ടുവന്നത്. ഈ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് NPA എന്നല്ല അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പം ഡ്യൂ ഡേറ്റിന്റെ കൂടെ ഒരു 90 ദിവസം കൂടെ അത് കഴിയുമ്പോൾ മാത്രമേ ഒരു ലോൺ NPA ആയി മാറുന്നുള്ളൂ. അപ്പോൾ എന്താണ് SMA എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2014 RBI കൊണ്ടുവന്നതാണ് SMA എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ ഡേറ്റ് ജനുവരി 1 അന്ന് മുതൽ 90 ദിവസം കഴിയുമ്പോഴേക്കും ഒരു ലോൺ NPA ആയി മാറും. ഇനി NPA ആയി ഒരു വർഷം ആകുമ്പോഴാണ് അത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന കാറ്റഗറിയിലേക്ക് മാറുന്നത്. ഇനി സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഡൗട്ട്ഫുൾ അസറ്റ് ആയിട്ട് മാറും. അവസാനം അത് ലോസ് അസറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതെന്താണെന്നാണ് വാക്കുകളിൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആർ പെർഫോമിംഗ് അസറ്റ്സ് ക്യാരി ഓൺലി നോർമൽ റിസ്ക് അറ്റാച്ച്ഡ്. അപ്പോൾ പെർഫോമിംഗ് അസറ്റ് ആണ്, അതിൻ്റെ EMI കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, അതിന് ഒരു നോർമൽ റിസ്ക് മാത്രമേ ഉള്ളൂ. അതാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. ഇനി സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്? വുഡ് ബി വൺ which has remained NPA for a period less than or equal to 12 months. അപ്പോൾ അത് NPA ആയിട്ട് ഒരു വർഷം ആകുമ്പോഴാണ്, NPA ആയി കഴിഞ്ഞ് ഒരു വർഷം ആകുമ്പോൾ ആ അസറ്റ് അറിയപ്പെടുന്നത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ്. An asset would be classified as doubtful if it has remained in the substandard category for a period of 12 months. അതായത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ടിരുന്ന് ഒരു വർഷം ആകുമ്പോൾ അല്ലെങ്കിൽ 12 മാസം ആകുമ്പോഴേക്കുമാണ് അത് ഡൗട്ട്ഫുൾ കാറ്റഗറിയിലേക്ക് മാറുന്നത്. ഇനി വാട്ട് ഈസ് ലോസ് അസറ്റ്? ലോസ് അസറ്റ് ഈസ് വൺ വെയർ ലോസ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ബൈ ദ ബാങ്ക് ഓർ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റർ ഓർ ദ RBI ഇൻസ്പെക്ഷൻ. അതായത് ഒരു ബാങ്ക് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ഒരു അസറ്റ് ലോസ് ആയി, അത് ഐഡന്റിഫൈ ചെയ്യേണ്ട ആരാണ്? ബാങ്കിന് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റേഴ്സ്, ബാങ്കിന്റെ തന്നെ ഓഡിറ്റേഴ്സിനോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, RBI അപ്പോയിന്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സിനോ, അല്ലെങ്കിൽ RBIയുടെ ഇൻസ്പെക്ഷനിലൂടെയോ ആണ് ഒരു അസറ്റ് ലോസ് ആയി എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ. സ്റ്റാൻഡേർഡ് അസറ്റ് പെർഫോമിംഗ് അസറ്റിന്റെ കാറ്റഗറി വരുന്നതാണ്. സബ്സ്റ്റാൻഡേർഡ് ഡൗട്ട്ഫുൾ ലോസുമാണ് നോൺ പെർഫോമിംഗ് അസറ്റ്, NPAയുടെ കാറ്റഗറിയിൽ വരുന്ന 3 അസറ്റ്. എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് RBI 2014 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് NPA അക്കൗണ്ട് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് അസറ്റുകൾ ഏതൊക്കെയാണെന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ SMA കൊണ്ടുവന്നിരിക്കുന്നത്. ഈ SMA പീരീഡിൽ SMA 0, SMA 1, SMA 2 ഈ പീരീഡുകളിലൊക്കെ ബാങ്ക് ഈ ബോറോവറിനെ അറിയിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ അക്കൗണ്ട് സ്ട്രെസ്ഡ് അസറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ NPA ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ അടുത്ത് റീപേ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നും അറിയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പീരീഡാണ് ഈ SMA പീരീഡ് എന്ന് പറയുന്നത്. ഇനി NPA നോംസ് ആണ് പറയാൻ പോകുന്നത്. എത്ര കാലയളവാകുമ്പോഴാണ് NPA ആകുന്നത്? An asset including a leased asset becomes non-performing when it ceases to generate income for the bank. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റിൽ നിന്നും ഇൻകം ലഭിക്കാത്തൊരവസ്ഥ വന്നാലാണ് അതൊരു NPA ആയി മാറുന്നത്. കാറ്റഗറി ഏതാണ്? NPA ആകുന്നത് എത്ര കാലാവധിക്കുള്ളിൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലോണിനെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ അഡ്വാൻസസ് അല്ലാതെ ഏത് ലോണിനെ സംബന്ധിച്ചിടത്തോളവും അത് മോർ ദാൻ 90 ഡേയ്സ് ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ അത് NPA ആണ്. അപ്പോൾ 90 ദിവസത്തിൽ കൂടുതലായാൽ
ഓവർഡ്യൂ ആയിട്ട് 90 ദിവസത്തിൽ കൂടുതലായാൽ 90 ദിവസം കഴിഞ്ഞാൽ അത് NPA ആണ്. എന്തിനെ സംബന്ധിച്ചിടത്തോളമാണ്? അഗ്രികൾച്ചർ ലോൺ ഒഴികെയുള്ള എല്ലാ ലോണിനും ഈ മോർ ദാൻ 90 ഡേയ്സ് ആണ് NPA. എന്നാൽ അഗ്രികൾച്ചറൽ അഡ്വാൻസസ് വരുമ്പോൾ അഗ്രികൾച്ചർ ലോൺ കൊടുക്കുന്നത് സീസൺ ഓഫ് ദ ക്രോപ്പിന്റെ സീസൺ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ 6 month ക്രോപ്പാണോ 12 month ക്രോപ്പാണോ ഗ്രോ ചെയ്യുന്നത്, അതൊക്കെ ഏതാണ് വേണ്ടത്, അതിനനുസരിച്ചാണ് ഒരു ബാങ്ക് ഒരു അഗ്രികൾച്ചറിസ്റ്റിന് ലോൺ കൊടുക്കുന്നത്. അങ്ങനെ 2 തരത്തിലെ ക്രോപ്പ് ലോൺ കൊടുക്കുന്നുണ്ട് അല്ലെ. 6 month ക്രോപ്പും ഉണ്ട്, 12 month ക്രോപ്പും ഉണ്ട്. 6 month ക്രോപ്പ് ആണെങ്കിൽ അതിനെ പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് എന്നാണ്. 12 monthനെ പറയുന്നത് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് എന്നാണ്. അപ്പോൾ 6 month ക്രോപ്പിൽ വരുന്നത് പാഡി, വീറ്റ് അങ്ങനെയുള്ളതൊക്കെ 6 month ക്രോപ്പാണ്. എന്നാൽ 12 monthന്റെ ക്രോപ്പിന് എക്സാമ്പിൾ ഷുഗർ കെയിൻ, ടീ കൂഡൊക്കെ 12 month ക്രോപ്പ് അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ January 1 ഈ അഗ്രികൾച്ചറിസ്റ്റ് ലോൺ അടയ്ക്കേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഡ്യൂ ഡേറ്റ് January 1 അന്ന് അടച്ചില്ല. അപ്പോൾ 6 മാസം കഴിഞ്ഞ് June 1 അപ്പോൾ ഒരു ക്രോപ്പ് സീസണായി. ഇത് ഏതിനെ സംബന്ധിച്ചിടത്തോളമാണ്? ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ January 1 ലോൺ അടയ്ക്കേണ്ടത്, അന്ന് അടച്ചില്ല. അപ്പോൾ 6 മാസം കഴിഞ്ഞു. 6 മാസമാണ് ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞ് June 1 ഒരു ക്രോപ്പ് സീസണായി. അപ്പോഴും അടച്ചില്ല. പിന്നെ 6 മാസം കഴിഞ്ഞ് December 1 2 ക്രോപ്പ് സീസണായി. അപ്പോഴും അടച്ചില്ല. അപ്പോൾ ബാങ്ക് ഇപ്പോൾ 2 ക്രോപ്പ് സീസൺ ആയിട്ടും ഈ അഗ്രികൾച്ചറിസ്റ്റ് ലോൺ റീപേ ചെയ്തില്ല, അങ്ങനെ ഡ്യൂ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ബാങ്ക് ഡിക്ലെയർ ചെയ്യും ഇത് അഗ്രികൾച്ചർ ലോൺ അല്ലെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺ NPA ആയി എന്ന് ഡിക്ലെയർ ചെയ്യും. ഇനി അതുപോലെ തന്നെയാണ് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിന്റെ കാര്യത്തിൽ. അങ്ങനെയാണ് ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 12 മാസമാണ്. ആ 12 മാസത്തിനുള്ളിൽ ഈ ലോണ് ഓവർഡ്യൂ ആയ ലോണ് അടുത്ത ഒരു ക്രോപ്പ് സീസണിനുള്ളിൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത 12 മാസത്തിനുള്ളിൽ ഈ ഡ്യൂ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺ ഓവർഡ്യൂ ആയി NPA ആയിട്ട് ആ ബാങ്ക് ഡിക്ലെയർ ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഗ്രികൾച്ചർ അഡ്വാൻസിന്റെ കേസസിൽ വ്യത്യാസമുണ്ട്. അതിന് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിന് 2 ക്രോപ്പ് സീസൺ കഴിഞ്ഞാൽ NPA ആവും. ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിന് ഒരു ക്രോപ്പ് സീസൺ കഴിഞ്ഞാൽ NPA ആവും. അപ്പോൾ ആ 2 ക്രോപ്പ് സീസൺ ഷോർട്ടിനാണ് വരുന്നത്, ലോങ്ങിനല്ല. അത് ഓർത്തിരിക്കുക. അല്ലാതെ എല്ലാ ലോണുകൾക്കും മോർ ദാൻ 90 ഡേയ്സ് ഓവർഡ്യൂ ആയി കഴിഞ്ഞാൽ അത് നോൺ പെർഫോമിംഗ് അസറ്റിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പ്രൊവിഷൻ ഫോർ സ്റ്റാൻഡേർഡ് ഓർ പെർഫോമിംഗ് അസറ്റ്. പെർഫോമിംഗ് അസറ്റിന്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റ്സിന് വച്ചിരിക്കുന്ന പ്രൊവിഷനാണ് പറയാൻ പോകുന്നത്. അത് RBI നോംസ് അനുസരിച്ചുള്ള പ്രൊവിഷൻ എത്ര ഓരോ ബാങ്കുകൾ കീപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അസറ്റിൽ നമ്മൾ പറഞ്ഞു പെർഫോമിംഗ്, നോൺ പെർഫോമിംഗ് ഉണ്ട്. അതിൽ പെർഫോമിംഗ് അസറ്റിൽ വരുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രൊവിഷൻസ്. പെർഫോമിംഗ് അസറ്റ്സിൽ പ്യുവർ സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്ട്രെസ്ഡ് അസറ്റും ഉണ്ട്. പ്യുവർ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ഡ്യൂ എമൗണ്ട് കൃത്യമായിട്ട് ഓരോ മാസവും അടച്ചു പോകുന്നതിനെ നമ്മൾ പ്യുവർ സ്റ്റാൻഡേർഡ് എന്ന് പറയും. അതിലൊരു റിസ്ക്കും ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ, പ്യുവർ സ്റ്റാൻഡേർഡ്. എന്നാൽ സ്ട്രെസ്ഡ് അസറ്റ് വരുമ്പോഴത്തേക്കും അതിൽ 3 കാറ്റഗറി ഉണ്ട്. SMA 0 ആദ്യത്തെ 30 ദിവസം SMA 0 എന്ന് പറയും. അടുത്ത 30 ദിവസം വരുമ്പോൾ 60 ദിവസം, ടോട്ടൽ 60 ദിവസം ആകുമ്പോൾ SMA 1, 90 ഡേയ്സ് ആകുമ്പോൾ SMA 2. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നേരത്തെ. അപ്പോൾ ഇതാണ് ഈ പെർഫോമിംഗ് അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതാണ് നമ്മൾ അവിടെ സൈഡിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ്, പെർഫോമിംഗ് അസറ്റ്, ഡിഫോൾട്ട് എത്ര ദിവസം വരുമ്പോഴാണ് അതിന് ഈ കാറ്റഗറികളിൽ വരുന്നതെന്നാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ പ്രൊവിഷനാണ് താഴത്തെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് പഠിക്കേണ്ടത്, കാണാതെ നമ്മൾ പഠിക്കേണ്ടതാണ്. അഗ്രികൾച്ചർ ആൻഡ് SME സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് പ്രൊവിഷൻ വയ്ക്കേണ്ടത് 0.25 ആണ്. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് അസറ്റിന്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞതാണ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആർ പെർഫോമിംഗ് അസറ്റ്സ് ക്യാരി ഓൺലി നോർമൽ റിസ്ക് അറ്റാച്ച്ഡ്. ഇപ്പൊ കൃത്യമായി അടയ്ക്കുന്നുണ്ടെങ്കിലും അതിനൊരു നോർമൽ ആയിട്ടൊരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രൊവിഷൻസ് RBI ഓരോ ബാങ്കിനോടും പറഞ്ഞിട്ടുണ്ട് ഇത്ര പ്രൊവിഷൻ വീതം വയ്ക്കണമെന്ന്. പ്രൊവിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ലയബിലിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളൊരു എമൗണ്ട് അത് വരാൻ പോകുന്ന ആ ലയബിലിറ്റിക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നതാണ് ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് അസറ്റിന് വേണ്ടിയിട്ട് ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നാലും ഒരു നോർമൽ റിസ്ക് അതിനുണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞൊരു പ്രൊവിഷൻ അതിന് RBI നിഷ്കർഷിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് 0.25% പ്രൊവിഷൻ ആയിട്ട് വയ്ക്കണം. 0.25.
ഇനി മറ്റുള്ള എല്ലാ അഡ്വാൻസസും അല്ല മറ്റുള്ള സ്റ്റാൻഡേർഡ് അസറ്റുകൾക്കെല്ലാം 0.40% ആണ് പ്രൊവിഷൻ വയ്ക്കാനുള്ളത്. ഇനി കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഫോർ ഹൗസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ 0.75% പ്രൊവിഷൻ മതി. എന്നാൽ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് നോൺ ഹൗസിംഗ് പർപ്പസിന് അല്ലാതെയുള്ളതാണെങ്കിൽ അത് 1% പ്രൊവിഷൻ വെക്കണം. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഗ്രികൾച്ചർ ആൻഡ് SME ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 0.25% ആണ്. മറ്റുള്ള അഡ്വാൻസുകൾക്ക് 0.40% ആണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അത് രണ്ടും നമ്മൾ വേറൊന്നും പഠിച്ചില്ലെങ്കിൽ ആ രണ്ട് പ്രൊവിഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 0.25% ആൻഡ് 0.40%. ഇനി പ്രൊവിഷൻ ഫോർ നോൺ പെർഫോമിംഗ് അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രൊവിഷൻ ഫോർ സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. ഇത് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റുകൾക്ക് RBI പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ അസറ്റ്സ് പെർഫോമിംഗ് നോൺ പെർഫോമിംഗ് ഉണ്ട്. അതിൽ നോൺ പെർഫോമിംഗിൽ വരുന്ന ഏതൊക്കെയാണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അപ്പോൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റിൽ എന്താണ് NPA ആയിട്ട് ഒരു വർഷം, അതായത് ഡ്യൂ ഡേറ്റിന് പേ ചെയ്തില്ല, 90 ദിവസം കഴിയുമ്പോൾ NPA ആവുന്നു. അങ്ങനെ NPA ആയി ഒരു വർഷം ഇരുന്നാൽ അതിനെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അപ് ടു 1 ഇയർ ആണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. അപ് ടു 1 ഇയർ ആണെങ്കിൽ ഇനി സെക്യൂർഡ് പോർഷനും അൺസെക്യൂർഡ് പോർഷനും പറയുന്നുണ്ട്. അതിന് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ലോണാണ് ഒരു ബാങ്ക് ഒരു ബോറോറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോറോവർ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. ആ സെക്യൂരിറ്റിയുടെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഒരു 7 ലക്ഷം രൂപയ്ക്ക് വരും. അങ്ങനെയാണെങ്കിൽ ആ 7 ലക്ഷം രൂപയുടെ ലോൺ എമൗണ്ട് മാത്രമാണ് സെക്യൂർഡ് ആയിട്ടുള്ളത്. കാരണം സെക്യൂരിറ്റി ഉണ്ട്. ബാക്കിയുള്ള 3 ലക്ഷം എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ലോൺ ആണ്. അപ്പോൾ ആ സെക്യൂർഡ് എമൗണ്ടിനും അൺസെക്യൂർഡ് എമൗണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് പ്രൊവിഷൻസ് RBI പറഞ്ഞിട്ടുണ്ട്. അതാണ് സെക്യൂർഡ് അൺസെക്യൂർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ NPA ആയിട്ട് ഒരു വർഷം വരെ ഇരിക്കുന്നതാണ് സബ്സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിൽ സെക്യൂർഡ് പോർഷന് 15% പ്രൊവിഷനും അൺസെക്യൂർഡ് ആയിട്ടുള്ള പോർഷന് 25% പ്രൊവിഷനും വയ്ക്കണം. ഇപ്പോൾ സെക്യൂർഡിന് കുറച്ച് മതി, 15 മതി, ഒരു 10% കൂടെ കൂടുതൽ വയ്ക്കണം അൺസെക്യൂർഡിന്. ഏത് കേസിലാണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റിലാണ്. ഇനി ഡൗട്ട്ഫുൾ അസറ്റ്. ഡൗട്ട്ഫുൾ എന്ന് പറയുമ്പോൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ടിരുന്ന് ഒരു വർഷം ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ ആയിട്ട് മാറുകയാണ്, ഡൗട്ട്ഫുൾ കാറ്റഗറിയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ആ ഡൗട്ട്ഫുൾ അസറ്റിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. D1, D2, D3 എന്ന് പറയും. ഡൗട്ട്ഫുൾ 1, ഡൗട്ട്ഫുൾ 2, ഡൗട്ട്ഫുൾ 3 എന്ന് നമുക്ക് അതിനെ തിരിക്കാം. അപ്പോൾ ഡൗട്ട്ഫുൾ 1 കാറ്റഗറി എന്ന് പറയുന്നത് അപ് ടു 1 ഇയർ ആണ്. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടിരുന്ന് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് അത് ഡൗട്ട്ഫുൾ ആയി. അത് അപ്പോൾ 1 ഇയർ എന്ന് പറയുമ്പോൾ എത്ര മാസമാണ്? 12 മാസം. അപ്പോൾ ആദ്യത്തെ ആ ഡൗട്ട്ഫുൾ ആയി ആദ്യത്തെ ഒരു വർഷം വരെ അത് D1 കാറ്റഗറിയിൽ വരും. അതിന് സെക്യൂർഡ് പോർഷന് 25% പ്രൊവിഷൻ വെക്കണം. അൺസെക്യൂർഡ് പോർഷന് 100%. മൊത്തം എമൗണ്ട് എത്രയാണോ 10 ലക്ഷമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ 10 ലക്ഷം അൺസെക്യൂർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ 10 ലക്ഷം അൺസെക്യൂർഡ് ആണെങ്കിൽ 10 ലക്ഷം രൂപയും നമ്മൾ അതിന് പ്രൊവിഷൻ വയ്ക്കണം. അല്ലെങ്കിൽ 10 ലക്ഷത്തിന് 7 ലക്ഷം സെക്യൂർഡ് ആണ്, 3 ലക്ഷമാണ് അൺസെക്യൂർഡ് എങ്കിൽ ആ 3 ലക്ഷവും നമ്മൾ പ്രൊവിഷനായിട്ട് വയ്ക്കണം. അതാണ് അതിൻ്റെ മീനിങ്. ഇനി D2 എന്ന് പറയുമ്പം അപ്പോൾ ഒരു വർഷം ആദ്യത്തെ ഒരു വർഷം D1 വരുന്നു. ഡൗട്ട്ഫുൾ ആയിട്ട് ആദ്യത്തെ ഒരു വർഷം D1. അത് കഴിഞ്ഞ് 1 to 3 ഇയേഴ്സ്, അതായത് അപ്പോൾ അവിടെ എത്ര വർഷം വരും? 2 വർഷം വരും. 2 വർഷം അല്ലെങ്കിൽ 24 മാസം വരും. ആ D2 പ്രൊവിഷൻസ് ആണ് ഇനി പറയുന്നത്. സെക്യൂർഡ് പോർഷന് 40% വയ്ക്കണം, അൺസെക്യൂർഡ് പോർഷന് 100% വയ്ക്കണം. D3 എന്ന് പറയുമ്പോൾ 3 വർഷം മുതൽ അങ്ങോട്ട് എല്ലാം D3 വരുന്നത്. അതായത് 36 മന്തിന് മുകളിലോട്ടുള്ള എല്ലാ പീരീഡും അത് അൺലിമിറ്റഡ് ആണ്. 36 മാസം മുതൽ അങ്ങോട്ട് എല്ലാ പീരീഡും വരുന്നത് D3 കാറ്റഗറിയിലാണ്, ഡൗട്ട്ഫുൾ 3 കാറ്റഗറിയിലാണ്. അതിന് സെക്യൂർഡ് ആയാലും അൺസെക്യൂർഡ് ആയാലും 100% പ്രൊവിഷൻ വെച്ചിരിക്കണം. അതായത് 10 ലക്ഷമാണ് ലോണെങ്കിൽ 10 ലക്ഷം രൂപയും അൺസെക്യൂർഡ് ആണെങ്കിൽ അത് 10 ലക്ഷം രൂപയും നമ്മൾ പ്രൊവിഷനായിട്ട് കരുതണം, ബാങ്കുകൾ കരുതണം. ഇനി ലോസ് അസറ്റിന്റെ കേസിൽ നമുക്കറിയാം 100% സെക്യൂർഡ് ആയാലും അൺസെക്യൂർഡ് ആയാലും 100% പ്രൊവിഷൻ ബാങ്കുകൾ വെച്ചിരിക്കണം. ഇതാണ് RBIയുടെ പ്രൊവിഷൻ. ഇതിലപ്പോൾ സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറി സെക്യൂർഡ് 15 ആണ്, അൺസെക്യൂർഡ് ഒരു 10 കൂടെ കൂട്ടുക 25 ആണ്. ബാക്കി വരുന്നത് അൺസെക്യൂർഡിൽ ഡൗട്ട്ഫുൾ ആയാലും ലോസ് ആയാലും അൺസെക്യൂർഡിൽ 100% കരുതണം. അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രൊവിഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഏതെങ്കിലുമൊക്കെ എക്സാമിന് ഇപ്പോൾ കട്ടിയായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഇതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.
ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ നിന്ന് തിയറി പാർട്ടിൽ നിന്നും പ്രൊവിഷൻസിന്റെ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. മീറ്റ് യു അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.